കുക്കു മിക്സ്. പ്രതീക്ഷയായി വെള്ളരി സോപ്പ്. വെള്ളരിയിൽ നിന്ന് സോപ്പ് നിർമ്മിച്ച് കർഷകർക്ക് മികച്ച വരുമാനം നേടാം. 1 കിലോ വെള്ളരിയുടെ വില 8 രൂപ. 1 കിലോ വെള്ളരി സോപ്പാക്കുമ്പോൾ ലാഭം 500 രൂപ. വിളവേറെ തന്ന വെള്ളരിയിൽ നിന്ന് വിലയൊട്ടും ലഭിക്കാതെ കർഷകർ വലഞ്ഞപ്പോൾ കാസർഗോഡ് പുത്തികെ കൃഷി ഓഫീസറായ നഫീസത്ത് ഹംഷിന ചിന്തിച്ചത് വേറിട്ട വഴിയിലൂടെ. ചർമ്മകാന്തിക്ക് പേരെടുത്ത വെള്ളരിയിൽ നിന്ന് സോപ്പ് നിർമ്മിച്ച് കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുക എന്ന ആശയത്തിന് പുത്തികെ പഞ്ചായത്ത് തുടക്കമിട്ടത് അങ്ങനെയാണ്. കുക്കു മിക്സ് എന്ന പേരിൽ മികച്ച പാക്കിങ്ങോടെ വെള്ളരി സോപ്പ് മേളകളിൽ വേഗത്തിൽ വിറ്റഴിച്ചു. ഹനീഫ ഹിംസാക്കയാണ് സോപ്പ് നിർമ്മിച്ചത്. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം ബ്ലോക്കിൽ വെള്ളരി കൃഷി ചെയ്യുന്ന കർഷകർ ഒട്ടേറെയാണ്. വെള്ളരിയിൽ നിന്നും സോപ്പ് നിർമ്മാണം സാധ്യമായതോടെ പുത്തികെ പഞ്ചായത്തിലെ വെള്ളരി കർഷകർക്ക് വരുമാന വർധനയുടെ പുതിയ സാധ്യതകളാണ് തെളിയുന്നത്. പയറുപൊടിയിൽ നിന്നും മറ്റും 6 വർഷമായി സോപ്പ് നിർമ്മാണം പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു പോന്ന ഹനീഫ ഹിംസാക്കാണ് വെള്ളരി സോപ്പ് നിർമ്മാണത്തിന് മുതിർന്നത്. ആദ്യം സോപ്പ് കട്ടിയായി കിട്ടാൻ പ്രയാസമായിരുന്നു. വെയിലത്തു വെച്ചാൽ അലിഞ്ഞു പോകുന്ന പ്രവണത ഉണ്ടായിരുന്നു. സാധാരണ സോപ്പുകളിൽ ടാൽക്കം പൗഡർ, സോഡിയം സിലിക്കേറ്റ്, റെസിൻ മുതലായവ ഉപയോഗിക്കുമ്പോൾ ഈ സോപ്പിൽ വെള്ളരിക്കയും ശുദ്ധമായി ആട്ടിയെടുത്ത വെളിച്ചെണ്ണയും ആൽക്കലിയുമാണുള്ളത്. ആവശ്യമുള്ളവർക്ക് പെർഫ്യൂം ചേർത്തു നൽകും. വെള്ളരിത്തോടും കുരുവും കളഞ്ഞ് കഷ്ണങ്ങളാക്കി മിക്സിയിൽ അരച്ച് പൾപ്പ് രൂപത്തിലാക്കുന്നു. ഈ പൾപ്പിൽ വെളിച്ചെണ്ണ ചേർത്ത് വീണ്ടും മിക്സിയിൽ അടിക്കുന്നു. ഇതിൽ ആൽക്കലിയും പെർഫ്യൂമും ഒഴിച്ചിളക്കി അച്ചിലേക്ക് ഒഴിക്കുന്നു. 1 ദിവസം കഴിഞ്ഞ് സോപ്പ് അച്ചിൽ നിന്നും മാറ്റി 15 ദിവസത്തിനു ശേഷം ഉപയോഗിക്കാം. വെളുത്ത നിറമുള്ള സോപ്പ് കറുത്ത നിറമുള്ള ചാർട്ട് പേപ്പറിൽ നിർമ്മിച്ച പെട്ടിയിലാണ് പാക്ക് ചെയ്യുന്നത്. ശേഷം കുക്കു മിക്സ് എന്ന ആകർഷകമായ ലേബലും ഒട്ടിക്കും. ആദ്യ ലോട്ടിൽ നിർമ്മിച്ച 600 സോപ്പുകൾ കാഞ്ഞങ്ങാട് നടന്ന മേളയിൽ വിറ്റഴിച്ചു. 1 കിലോഗ്രാം വെള്ളരിയിൽ നിന്ന് 50 സോപ്പ് വരെ ഉണ്ടാക്കുന്നുണ്ട്. വിവരങ്ങൾക്ക് 9995119367. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ. Thank you.